أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ വിജ്ഞാന സ്രോതസ്സിൻ്റെ ഉറവ ഏറ്റെടുക്കാൻ വളരെ ത്വരയോടുകൂടി ഇരിക്കുന്ന ശ്രോതാക്കളെ, നമ്മളുടെ വിജ്ഞാനവേദിയുടെ ആമുഖ ഭാഷണത്തിലാണ് ഈ സമയത്തിലുള്ളത്. വളരെ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് അറിവ് നേടുക എന്നത്. ജീവിതത്തിൽ ഒരാൾ ഇരുട്ടിൽ ജീവിക്കുന്നതിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള കണങ്ങൾ തേടി യാത്ര ചെയ്യുകയാണ് ഓരോ പ്രഭാഷണങ്ങളും നടക്കുമ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു വെളിച്ചത്തിലേക്കുള്ള വാതായനം തുറന്നു വെച്ച് അതിലൂടെ വരുന്ന വെളിച്ചത്തെ സ്വീകരിച്ച് ആ വെളിച്ചത്തെ പ്രാവർത്തികമാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഓരോ പ്രഭാഷണത്തിൻ്റെയും ഏറ്റവും വലിയ സൗന്ദര്യം. ആ സൗന്ദര്യത്തെ ആസ്വദിക്കാനും മുഴുവൻ സമയം ഈ പ്രഭാഷണം കേട്ട് മനസ്സിലാക്കി ഇതിൽ വരുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് അത് ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ എത്തിച്ചേരണമെന്ന അങ്ങേയറ്റത്തെ ഒരു നിയ്യത്തോടു കൂടിയാണ് ഓരോരുത്തരും ഈ ഒരു പരിപാടി ശ്രവിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ആ ഒരു നിയ്യത്ത് ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന ആനന്ദവും ആഹ്ലാദവും വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടം മനസ്സമാധാനം എന്നത് മരീചികയെ പോലെ മനസ്സിൽ കിടന്ന് എവിടെയാണത് എന്ന് തിരയുമ്പോൾ അതില്ലാത്ത ഒരവസ്ഥയിൽ വെള്ളം തേടിപ്പോകുമ്പോൾ മരീചിക കാണുമ്പോൾ ഒരു പ്രതീക്ഷ ജീവിതത്തിൽ കയറി വരികയും ആ പ്രതീക്ഷയോട് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം അസ്വസ്ഥതകൾ ജീവിതത്തിൽ ഉണ്ടായിത്തീരുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഒരു പ്രയാസം, ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട്, ജീവിതത്തിൽ വരുന്ന ഒരു മാനസിക സംഘർഷം നമ്മൾ മറ്റൊരാളോട് അത് പരിഹരിച്ചു തരുമെന്ന രൂപത്തിൽ പ്രതീക്ഷയോടുകൂടി പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വല്ലാത്ത ഒരു സമാധാനമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യന് കിട്ടിയ ഒരു ചാൻസ് വളരെ വലുതാണ്. പ്രപഞ്ച സൃഷ്ടാവായ, എല്ലാറ്റിനും കഴിവുള്ള, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, നാളെ എന്തെന്ന് തീരുമാനിക്കുന്ന, നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്നറിയുന്ന, നമ്മെ സൃഷ്ടിച്ച സ്നേഹനിധിയായ, കരുണാവാരിധിയായ ആ റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷത്തിനുള്ള നന്ദികളും
എല്ലാം സമർപ്പിക്കാനുള്ള ഒരു ഏക വഴി അല്ലാഹു തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും ഖുർആനിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയാണ് പ്രാർത്ഥന. ഒരാളുടെ മനസ്സിൽ വരുന്ന മാനസിക സംഘർഷങ്ങളെ മുഴുവൻ ഇറക്കി വെക്കാൻ നാഥൻ തന്ന വഴി എത്രയാ സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ഈ ലോകത്തങ്ങേ അറ്റത്തെ സമാധാനമുണ്ടാകും. അതാണ് ഹുദ. റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നും ആ അല്ലാഹു സുബ്ഹാനഹു തആലയോട് മാത്രം വിളിച്ചു തേടണമെന്നും പറയപ്പെടുമ്പോൾ ആ വിളിച്ചു തേടൽ സൃഷ്ടാവിന് നേർക്കും മാത്രമാകുന്ന തൗഹീദ്, അതാണ് ഹിദായത്ത്. ആരെങ്കിലും ഹിദായത്തിൽ എത്തിച്ചേർന്നാൽ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. ഭാവിയെക്കുറിച്ചുള്ള ഭയമോ ആശങ്കയോ പ്രാർത്ഥിക്കുന്നവനിൽ നിന്നും നീങ്ങിപ്പോകും. അതേപോലെ കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖഭാരങ്ങൾ, പാപഭാരങ്ങളുടെ ദുഃഖങ്ങൾ, അതും നീങ്ങിപ്പോകാൻ പ്രാർത്ഥന മതി. ആ നിലക്ക് പ്രാർത്ഥനയെ കാണുമ്പോൾ വല്ലാത്ത ഒരു മനസ്സമാധാനത്തിൻ്റെ വാതിലാണ്, അല്ലെങ്കിൽ മനസ്സമാധാനത്തിൻ്റെ മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള വാതായനമാണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തു പ്രയാസങ്ങളും തുറന്നു പറയുക, എന്തു ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കാൻ തയ്യാറായി, അതിനെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സർവശക്തനായ നാഥനുണ്ടെനിക്ക് എന്നുള്ളൊരു ആത്മാഭിമാനം, ഒരു അഭിമാനബോധം മുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സമാധാനം വേറെയില്ല. അതുകൊണ്ട് ആ സമാധാനത്തിലേക്ക് എത്താനുള്ള വഴി പ്രാർത്ഥന ആയുധമാണ് എന്ന വിഷയത്തിലുള്ള സംസാരമാണ് ഇനി നമ്മൾ ഇൻഷാദു സ്വലാഹിയിലൂടെ കേൾക്കാൻ പോകുന്നത്. ആ സംസാരത്തെ വളരെ ആകാംക്ഷയോടുകൂടിയും താല്പര്യത്തോടുകൂടിയും അതിൽ ഞാൻ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിൽ എൻ്റെ മനസ്സിൽ കയറിയിരിക്കേണ്ട ചില പോയിൻ്റുണ്ട് എന്ന ഒരു വിചാരത്തോടുകൂടി വളരെ ആർത്തിയോടെ അത്യാർത്തിയോടുകൂടി സ്വീകരിക്കണമെന്നൊരു താല്പര്യത്തോടുകൂടി ആ പ്രഭാഷണത്തെ മുഴുവൻ കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. ആ നിലക്ക് ആ പ്രഭാഷണത്തെ കാണാൻ നമ്മൾ തയ്യാറാവണം. ഈ സമയത്ത്, ഈ സന്ദർഭത്തിൽ വളരെ അഭിമാനത്തോടുകൂടിയും വളരെയധികം ആവേശത്തോടുകൂടിയുമാണ് വിസ്ഡം യൂത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മാതൃഘടകം അല്ലെങ്കിൽ ഇതിൻ്റെ വിദ്യാർത്ഥി ഘടകം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലും വളരെയധികം ഓൺലൈനിലൂടെ പരിപാടികൾ സംഘടിപ്പിച്ച് വളരെയധികം ആളുകൾ, അഥവാ ഓഫ്ലൈനിൽ നടന്ന അല്ലെങ്കിൽ ഫിസിക്കലായി നടന്ന പരിപാടികളിലൂടെ വന്ന മാറ്റങ്ങളെക്കാൾ വലിയ മാറ്റങ്ങൾ ഈ ഒരു ഓൺലൈനിലൂടെ ഉള്ള പരിപാടികളിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഓരോരുത്തരും ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഷെയർ ചെയ്യുന്നതിലേക്ക്, മറ്റുള്ളവർക്ക് പേഴ്സണലായി ഇതിൻ്റെ ലിങ്ക് എത്തിച്ച് കേൾക്കണമെന്ന് പറയുന്നിടത്തേക്ക് എത്തിയാൽ അതാണ് ദഅവത്ത്. നമുക്ക് കിട്ടിയ സമാധാനം സമ്മാനമായി ഒരു ലിങ്കായി മറ്റൊരാൾക്ക് കൈമാറുക എന്നുള്ള ഒരു രീതി സ്വീകരിച്ചാൽ ഈ ഒരു പ്രഭാഷണം എത്രയാൾക്ക് കേൾക്കാനുള്ള അവസരമാകും. കുടുംബ ഗ്രൂപ്പുകളിലും പേഴ്സണലായും ഇതൊന്ന് കേൾക്കണേ എന്ന അഭ്യർത്ഥനയോടുകൂടി നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഇരുത്തത്തിന് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ട്. നാഥൻ്റെ കാരുണ്യം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ധാരാളം അറിവുകൾ ശേഖരിക്കുമ്പോൾ ആ അറിവൊക്കെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. ഈ മൂന്ന് കാര്യവും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരാൾക്ക് വെച്ചു നീട്ടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം എത്രയാണ്, അതുകൊണ്ടുള്ള ഗുണം എത്രയാണ്. ഇതാ ഇനി QHLS പരീക്ഷ വരികയാണ്. QHLS വ്യവസ്ഥാപിതമായി നടക്കാൻ പോവുകയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. ആ നിലക്ക് QHLS പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത ആളുകൾ അതെഴുതാൻ വേണ്ടി ആ പരിഭാഷയിലെ ഓരോ വാചകങ്ങളും വായിക്കുമ്പോൾ ആ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും അതിന് പ്രേരിപ്പിച്ചവർക്കും ആ ഒരു പരീക്ഷയുണ്ടാക്കിയവർക്കും ഒരുപോലെ പ്രതിഫലം കിട്ടും. എത്ര വലിയ മഹത്തരമായ പ്രതിഫലങ്ങളാണ് ഈ ലോകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് നേടാൻ സാധിക്കുക. അതുകൊണ്ട് ആ പരീക്ഷ എഴുതാൻ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളും
ആ പരീക്ഷ കൃത്യമായി അറ്റൻഡ് ചെയ്തു എന്നുറപ്പ് വരുത്തുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം, ഖുർആനോട് എനിക്ക് അടുക്കാൻ കഴിഞ്ഞു, എനിക്കൊരവസരം കിട്ടി. നമ്മുടെ ശാഖകളിൽ നടക്കുന്ന QHLS-കൾ അത് തേടിപ്പിടിച്ച് അതിൻ്റെ ലിങ്ക് ഒരു സമയത്തിരുന്ന് കേൾക്കുക. ഒരു ദിവസം ഒരു 5 മിനിറ്റ് പ്രഭാഷണമെങ്കിലും ഒരാൾ കേൾക്കാൻ ശ്രമിച്ചാൽ അയാൾക്കുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോതെത്രയായിരിക്കും. ആ ഒരു അളവിനെയും തോതിനെയും സ്വീകരിക്കാനും അതിലൂടെ മനസ്സമാധാനത്തിൻ്റെ ആ പ്രകാശകിരണങ്ങളെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. വിജ്ഞാനവേദികൾ, ഈ വിജ്ഞാനവേദി നമ്മൾ ഏതായിരുന്നാലും ഇരുന്ന് കേൾക്കുക. അടുത്ത ഒരു വിജ്ഞാനവേദി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രചാരകരായി മാറുവാൻ നമുക്ക് സാധിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം നമുക്ക് നാളെ പരലോകത്ത് വളരെ വലുതായിരിക്കാം. പ്രതിഫലത്തിൻ്റെ വിസ്ഫോടനമാണ് സംഭവിക്കുക. ആ നിലക്ക് ആ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ വിസ്ഡം ഡയലോഗ് ഇപ്പോൾ കഴിഞ്ഞ പരിപാടിയാണ്. ഇനിയും കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമായി കേൾക്കണം. നിരീശ്വരവാദികളായ നിർമ്മത പ്രസ്ഥാനക്കാരായ ആളുകൾ നടത്തിയ കുറേയധികം ആരോപണത്തിന് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് പറയുന്ന മറുപടി, വളരെ വലിയ ആ തത്വങ്ങളടങ്ങിയ മറുപടി, അത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. ആദർശ പഠന കോഴ്സ്, അങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇതാ നിങ്ങളെ അറിയിക്കുകയാണ്, വിസ്ഡം ലൈവ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. എന്താ വിസ്ഡം ലൈവ്? ഒന്നുമില്ല, മാനസിക സംഘർഷം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ മാനസികമായി അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തുറന്നു സംസാരിക്കാനുള്ള ഒരവസരം. നമ്മുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ ജില്ലയിലെ ആളുകളുടെ നമ്പർ തരും. അതിൽ വിളിച്ചാൽ ആ വിളിച്ച ആളെടുത്ത് അയാളൊരു ഇസ്ലാമിക കൗൺസിലറെ ബന്ധപ്പെടുത്തി തരും. അയാളോട് നമ്മുടെ പ്രശ്നവും പ്രയാസവും പറയുമ്പോൾ അയാൾ ഒരു പരിഹാരം എന്ന നിലക്ക് നമുക്കാവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞു തരും. ഇങ്ങനെ ധാരാളം സംരംഭങ്ങൾ ഇതിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും വിജ്ഞാനവും മനസ്സമാധാനവും ഹിദായത്തും ഒരു മുന്നോട്ട് പോക്കിനുള്ള ഒരു വഴിയുമൊക്കെ തുറന്നു കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്തിലും സന്ദർഭത്തിലുമൊക്കെ പള്ളികൾ തുറന്ന് നമസ്കാരം തുടങ്ങിയ ഒരു സമയമാണ്. ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ജമാഅത്തിനു വരാൻ ഒരു പകർച്ചവ്യാധിയെ തടസ്സമാക്കുകയും ആ പകർച്ചവ്യാധിയെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങാടിയിൽ കിറങ്ങി നടക്കുന്നതിന് പ്രയാസമില്ല, പക്ഷേ പള്ളിയിൽ വരുന്നതിന് എന്തോ ഒന്ന്, അതിൽ നിന്നു മാറി യുവാക്കളും എല്ലാവരും പള്ളിയിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക്, ജമാഅത്തിന് വരുന്ന എല്ലാ സുരക്ഷയും സ്വീകരിച്ച് ജമാഅത്തിന് വരുന്ന ഒരവസ്ഥ പൊതുവിലുണ്ടാവണം. കാരണം നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്നാൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന. അതുകൊണ്ട് അത് ജീവിതത്തിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവനെ ധൈര്യസമേതം മരണത്തെ ഈമാനോടുകൂടി നേരിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വിജ്ഞാനത്തിലേക്കും കർമ്മത്തിലേക്കും സ്വഭാവരംഗത്തെ സൽസ്വഭാവത്തിലേക്കും ഒക്കെ എത്തപ്പെടാൻ ധാരാളം ഉത്ബോധനങ്ങളും അവസരങ്ങളും നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. ആ അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ദീനിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തഖ്വ വർദ്ധിക്കുകയും ഈമാൻ കൂടുകയും നിയ്യത്ത് വെക്കണമെന്ന ബോധം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോയി ജീവിതത്തിൽ ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ബന്ധുക്കളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ നാട്ടുകാരിലും ഒക്കെ ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് മുഴുവൻ അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ ദഅ്വാ രംഗത്ത് സജീവമായി മുന്നോട്ട് പോയി ഏത് പ്രഭാഷണത്തിൻ്റെ ലിങ്ക് കിട്ടിയാലും നാം ഇഷ്ടപ്പെടുന്ന ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പേഴ്സണലായി അത് അയച്ചു കൊടുത്ത് അതൊന്ന് കേൾക്കണേ എന്ന് പറയാനും ക്ഷമയോടെ ഇരുന്ന് കേൾക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. നല്ല ഒരു പ്രഭാഷണമാണ് ഇനി നമ്മുടെ മുന്നിൽ വരുന്നത്. അത് പഠനാർഹമായ ആ പ്രഭാഷണം മുഴുവൻ കേൾക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇടക്ക് നിർത്തിപ്പോകാതെ മുഴുവൻ കേട്ട് രണ്ടാമതും വേണമെങ്കിൽ കേട്ട് ആ വിഷയത്തെ പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാന്യനായ ഇൻഷാദ് സ്വലാഹിയെ
വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു കോവിഡ് കാലത്തും ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കേൾവിയും പഠനവും നമ്മിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന പ്രസക്തമായ വിഷയമാണ് ഇന്നത്തെ വിജ്ഞാനവേദിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ പലപ്പോഴും നമ്മൾ കടന്നു പോകാറുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മളൊരിക്കലും വിചാരിക്കാത്ത പ്രതിസന്ധികൾ നമ്മെ തേടിയെത്തുമ്പോൾ അവിടെ വിശ്വാസിക്ക് കരുത്തും വിശ്വാസിക്ക് ആശ്വാസവും നൽകുന്നതാണ് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രാർത്ഥനയും. ആ പ്രാർത്ഥനയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രമാണങ്ങളിൽ നിന്ന് യഥാവിധി നമ്മൾ അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കണം. വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ ആരാധനയാണ് പ്രാർത്ഥന എന്നുള്ളത്. പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മെ തേടിയെത്തുമ്പോഴാണ് പലപ്പോഴും നിറകണ്ണുകളോടെ ആത്മാർത്ഥമായി ഭൗതിക പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവോട് പലരും പ്രാർത്ഥിക്കാറുള്ളത്. പ്രതിസന്ധികൾ നമ്മെ തേടിയെത്തുമ്പോൾ മാത്രമാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയാണോ നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. കോടാനുകോടി അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയത് എന്തിനാണ്? ഓരോ സെക്കൻഡും ഒരുപാട് നിഅമത്തുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം റബ്ബ് പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഒരിക്കലും മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. ആ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഫ്ദലുൽ ഇബാദ അദ്ദുആഉ. ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ശ്രേഷ്ഠമായത് അത് പ്രാർത്ഥനയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ പ്രാർത്ഥനയിൽ എത്രത്തോളം ശ്രദ്ധിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥതയോടുകൂടെ ഓരോ ദിനവും കഴിഞ്ഞു പോകുമ്പോൾ മനസ്സറിഞ്ഞ് എത്ര തവണ, എത്ര സമയം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? അള്ളാഹുവോടുള്ള
മുനാജാത്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണം. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? സൃഷ്ടികളോടാണോ അതോ സൃഷ്ടാവിനോടാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സൃഷ്ടികളോടാണോ അതോ സൃഷ്ടാവിനോടാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ ഗൗരവത്തോടുകൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടിനെക്കുറിച്ചും വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥന എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരലോകത്തും ഇഹലോകത്തും പരിഗണന നൽകാൻ നിമിത്തമാകുന്ന ആരാധനയാണ്. അല്ലേ? സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. പ്രവാചകരെ പറയണം, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലാതിരുന്നുവെങ്കിൽ എന്തു പരിഗണനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പരിഗണന നൽകുന്നത്, നമുക്ക് വില കൽപ്പിക്കുന്നത് നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. ചെറിയ കാര്യമാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധികളും ആഗ്രഹങ്ങളും അതിനെല്ലാം വേണ്ടി പ്രതിസന്ധികളില്ലാതാകാൻ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ ആശകളും അത് സഫലീകരിക്കാൻ യാഥാർത്ഥ്യമാകാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അത് നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും ശരി, ആ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ മഹത്വവും വിലയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജീവിതത്തിൽ പ്രതിസന്ധികൾ തടുക്കാൻ വരെ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാൻ പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ നേട്ടം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മൂന്നാലൊരു രൂപത്തിൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറഞ്ഞത്, എന്താണോ അവൻ ചോദിച്ചത് അത് അവൻ അള്ളാഹു നൽകും. അതാണ് ഒന്നാമത്തെ രൂപം. അല്ലേ? അതാണ് ഒന്നാമത്തെ രൂപം. നാം ചോദിച്ച വിഷയം എന്താണോ ആ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. രണ്ടാമത്തെ രൂപം, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് ചിലപ്പോൾ നൽകുകയില്ല. ചില ആളുകളൊക്കെ പറയും, എന്തേ ഞാൻ ചോദിച്ചത് അള്ളാഹു നൽകാത്തത്? ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം ചോദിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ലഭിച്ചാൽ ചിലപ്പോൾ ഖൈറല്ല, ഷർറായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. എല്ലാം അറിയുന്ന ഹക്കീമായ യുക്തിമാനായ ഹലീമായ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെക്കൊണ്ട് ഖൈർ മാത്രം ഉദ്ദേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി തരാതിരിക്കുമ്പോൾ അതിൽ ഖൈറുണ്ട് എന്ന പ്രതീക്ഷയാകണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതാണ് ഒരു രൂപം. അതാണ് ചോദിച്ചത് നൽകും. രണ്ടാമത്തേത്, ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു മുസീബത്ത്, ഒരു പ്രയാസം, ആ മുസീബത്ത് ഈ പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടുക്കും. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമുണ്ടായിട്ടില്ല എന്ന വിചാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഈ 3 മാർഗങ്ങളെ എത്രത്തോളം നമ്മൾ മനസ്സിരുത്തി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ വരാനിരിക്കുന്ന എത്രയെത്ര പ്രതിസന്ധികളിൽ നിന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു നമ്മെ സംരക്ഷിച്ചിട്ടുണ്ടാകുക, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകുക. അല്ലേ? ചിലപ്പോൾ ഞൊടിയുടെ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ തേടിയ തേട്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ അത്തരം പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയത്. അതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇത് രണ്ടും അള്ളാഹു നൽകിയില്ലെങ്കിൽ ഇതിൻ്റെ കൂലിയും പ്രതിഫലവും നാളെ ആഖിറത്തിൽ അള്ളാഹു നൽകുമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചോദ്യവും അള്ളാഹുവിനോടുള്ള ഒരു തേട്ടവും ഒരു പ്രാർത്ഥനയും
അത് വെറുതെയാകുന്നില്ല, അത് വ്രതാവിലാകുന്നില്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇവിടെ അള്ളാഹു നൽകിയില്ല എങ്കിൽ നശ്വരമായ ഈ ലോകം കഴിഞ്ഞ് അനശ്വരമായ പരലോകത്ത് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിച്ചതിനെല്ലാം, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിനെല്ലാം അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകുമെന്നാണ്. അഫ്ദലുൽ ഇബാദ, ഇബാദത്തിന്റെ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയ്ക്ക് വമ്പിച്ച പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ പ്രതീക്ഷ ഏറുകയാണോ, പ്രതീക്ഷ നഷ്ടപ്പെടുകയാണോ? പ്രതീക്ഷ ഏറുകയാണോ, പ്രതീക്ഷ നഷ്ടപ്പെടുകയാണോ? നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരാണ്. എത്ര നമുക്ക് വായിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിൽ നിന്ന്. അള്ളാഹുവിൻ്റെ കോപം തടുക്കാൻ പ്രാർത്ഥന കാരണമാകുമെന്നാണ്, അല്ലേ? അള്ളാഹിൻ്റെ കാരുണ്യം ജീവിതത്തിൽ ഉടനീളം ലഭിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഒരിക്കലും എന്നെ ശപിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ ദേഷ്യവും എന്നെ ബാധിക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തിൻ്റെ തണലിലാണ് ഞാൻ ജീവിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. അങ്ങനെ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, മല്ലം യസ്അലില്ലാ, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നില്ല എങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, ഗളിബല്ലാഹു അലൈഹി അല്ലെങ്കിൽ യഗ്ളബ് അലൈഹി, അള്ളാഹു അവനോട് ദേഷ്യപ്പെടും. അള്ളാഹു അവനോട് ദേഷ്യപ്പെടും, അല്ലേ? ഭൗതികമായി നമ്മൾ ആളുകളോടാണ് ചോദിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ആളുകൾക്ക് നമ്മോട് ദേഷ്യമുണ്ടാക്കുന്നതാണ്, ആളുകൾക്ക് നമ്മോട് വെറുപ്പുണ്ടാക്കുന്നതാണ്, ആളുകളുടെ മുന്നിൽ നമ്മുടെ വിലയും നമ്മുടെ അഭിമാനവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും ആവർത്തിച്ചുള്ള ചോദ്യവും ആവശ്യപ്പെടലും പലപ്പോഴും ചെന്നെത്തിക്കാറുള്ളത്. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കുന്തോറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് നമ്മോട് ഇഷ്ടം വരികയാണ്, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിലേക്കുള്ള അടുപ്പം വിശ്വാസിയുടെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഒരാൾ ചോദിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനോട് ദേഷ്യമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വളരെ ഗൗരവത്തോടു കൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്ക് ഓരോ ദിവസവും ചോദിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ഓരോ ദിവസവും ചോദിക്കാൻ സാധിക്കുന്നുണ്ട്. നമസ്കാരത്തിൽ എത്രയെത്ര, നമസ്കാരത്തിൽ മുഴുവൻ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ പ്രാർത്ഥനകളൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. പക്ഷെ പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിലിട്ട് തരുന്ന ഒരു ചിന്ത, പല വിഷയങ്ങളും ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. എന്തേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് പറ്റിയത്? നമ്മുടെ പ്രാർത്ഥനയിലെ അപാകതകൾ എന്താണ്? നമ്മുടെ പ്രാർത്ഥനയിലെ അബദ്ധം എന്താണ്? അത് നമ്മൾ വേർതിരിച്ചു പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രതീക്ഷയോട് കൂടെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, കിട്ടിയാൽ കിട്ടി. ഭൗതികമായി ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നത് പോലെ നമുക്കൊരു 10,000 രൂപ ആവശ്യമുണ്ട്. നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു, പോയാൽ അവൻ്റെ അടുത്ത് അത്ര പണമുണ്ടോ നമുക്കറിയില്ല. ചോദിച്ചു നോക്കാം, കിട്ടിയാൽ കിട്ടി, അല്ലേ? ചിലപ്പോൾ നമ്മൾ പറയും 10,000 അല്ലെങ്കിൽ ഒരു 5,000 തരുമോ, നമ്മൾ ചോദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതികമായ ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നത് പോലെയല്ല ഒരിക്കലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത്. ആത്മാർത്ഥമായി പ്രതീക്ഷയോടുകൂടെ കിട്ടുമെന്ന പൂർണ്ണമായ ഉറപ്പോടുകൂടെയായിരിക്കണം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് പ്രാർത്ഥനയുടെ അടിസ്ഥാനമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകൾക്കൊക്കെ ഒരുപാട് റിസൾട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് പ്രാർത്ഥിച്ചാൽ ഇന്നത് കിട്ടും.
പക്ഷെ ചില ആളുകൾക്ക് പറയാറുണ്ട്, എനിക്കത് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. എന്തേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം? 100% നമുക്ക് ഉറപ്പുണ്ടോ ഉത്തരം ലഭിക്കുമെന്ന്? 100% നമുക്ക് പ്രതീക്ഷയുണ്ടോ? ഈ പ്രാർത്ഥനയ്ക്ക് റസൂലുള്ള പറഞ്ഞതാണ് ഇതിന് റിസൾട്ട് ഉണ്ട് എന്ന്. അതുകൊണ്ട് പൂർണ്ണമായും എനിക്കുറപ്പാണ്, എനിക്ക് ദൃഢവിശ്വാസമുണ്ടതിൽ. ആ ഉറപ്പോടെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിച്ചു നോക്കൂ, ഉത്തരം ഉറപ്പാണ്. നമ്മുടെ കൺമുന്നിൽ അതിന് മറുപടി നൽകപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അള്ളാഹു പറഞ്ഞതാണ്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. പ്രാർത്ഥനയുടെയും അതേപോലെ തന്നെ ഉത്തരം നൽകുന്നതിൻ്റെയും ഇടയിലൊന്നുമില്ല. അസ്തജിബ് ലക്കും, പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിനെ തൊട്ട് ശേഷം അള്ളാഹു അടുത്ത പദപ്രയോഗം അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഉത്തരം നൽകാൻ തയ്യാറാണ്. പക്ഷേ പ്രതീക്ഷയോടുകൂടെ ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ വിഷയം എന്തുമാകട്ടെ, നമ്മെ അലട്ടുന്ന എന്ത് പ്രശ്നമാകട്ടെ, മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടെ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യാറുണ്ടോ? എങ്കിൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഈ പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെയായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തരം നൽകും, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തരം നൽകും. ആ പ്രതീക്ഷയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കണം. മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം എന്തിനാ ഖുർആൻ പറഞ്ഞത്? മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രത്തിൻ്റെ ആഴിയിൽ രാത്രിയുടെ ഇരുട്ടിൽ, മത്സ്യത്തിൻ്റെ വയറിൻ്റെ ഇരുട്ടിൽ 3 ഇരുട്ടുകൾക്കുള്ളിൽ വെച്ചുകൊണ്ടാണ് പ്രതീക്ഷ നഷ്ടപ്പെടാതെ എല്ലാം കഴിഞ്ഞു, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന ചിന്താഗതിയല്ല ദുന്നൂൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിലുണ്ടായിരുന്നത്. പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല റബ്ബേ, നീയല്ലാതെ ആരാധനക്കർഹനായ ഒരാളുമില്ല റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്, തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്താ? ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്തോതി നമ്മെ പഠിപ്പിച്ചത്, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ മത്സ്യം കരക്കടുത്തു വന്ന് പുറന്തള്ളുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടണം. പ്രതീക്ഷ നഷ്ടപ്പെടാതെ, നിരാശ ബാധിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയാണ്. അതേ റബ്ബ്, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ റബ്ബ് ഇന്നും ഹയ്യാണ്, ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആ റബ്ബിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂനുസ് നബി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന പറഞ്ഞാൽ ഇല്ലസ്തജാബല്ലാഹു ലഹു, അല്ലാഹു അവന് ഉത്തരം നൽകാതിരിക്കുകയില്ല. അവന് ഉത്തരം നൽകുന്ന പറയുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ നിരാശപ്പെടുന്നത്? കോവിഡ് കാലത്തും വ്യത്യസ്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ഉപജീവനത്തെക്കുറിച്ചുള്ള ആശങ്കയുണ്ടാകുമ്പോൾ അല്ലേ, അവിടെയൊക്കെ ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം നിരാശ വേണ്ട എന്നുള്ളതാണ്. പ്രതീക്ഷയോടുകൂടെ മാത്രമേ പ്രതീക്ഷയുടെ വാഹനത്തിലെ വിശ്വാസി സഞ്ചരിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എത്ര വിശദീകരിച്ചു തന്നു ചരിത്രങ്ങൾ. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 18 വർഷമാണ് രോഗിയായത്. നീണ്ട 18 വർഷം. കുടുംബക്കാർക്കും നാട്ടുകാർക്കും അടുക്കാൻ കഴിയാത്ത പ്രയാസമുണ്ടാക്കുന്ന രോഗം. പക്ഷേ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നില്ല. പ്രാർത്ഥിക്കണം.
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്നെ ഇതാ ദുരിതം ബാധിച്ചിരിക്കുന്നു. അന്നീ മസ്സനിയദ്ദുർ വ അൻത അർഹമുർ റാഹിമീൻ. നീ കരുണ കാണിക്കുന്നവനിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ റബ്ബേ. റഹീമായ റബ്ബിനോട്, റഹ്മാനായ റബ്ബിനോട് മനമൊരുക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയും അത്ഭുതം നമ്മൾ കാണണം. അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എടുത്തുദ്ധരിച്ചതിന് ശേഷം അള്ളാഹു തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നത് ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് ഞാൻ ഉത്തരം നൽകി എന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുകയാണ്. മഹാനായ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ, സന്താനമുണ്ടാകുന്നില്ല എന്നുള്ളത് എത്ര ആളുകൾക്കുള്ള ആശങ്കയാണ്. എത്ര ആളുകൾക്കാണ് നൈരാശ്യം ബാധിച്ചത്, നിരാശ ബാധിച്ചത്. അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ ജീവിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന എത്ര ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ അവർക്ക് അള്ളാഹു നൽകിയ പരീക്ഷണവും അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത പ്രാർത്ഥനയും അള്ളാഹു അവർക്ക് ഉത്തരം നൽകിയതും വിശുദ്ധ ഖുർആൻ എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ റബ്ബേ. പ്രവാചകനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്താനമായി നൽകിയത് അല്ലേ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രതീക്ഷ നഷ്ടപ്പെടാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു ഉത്തരം നൽകും, ഒരു സംശയമല്ല. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല. ഒരിക്കലും മടുപ്പ് നമ്മെ ബാധിക്കാൻ പാടില്ല എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത്. സൃഷ്ടികൾ അവലംബിക്കുന്നതിനേക്കാൾ, സൃഷ്ടികളോട് ചോദിക്കുന്നതിനേക്കാൾ സൃഷ്ടാവിനോടായിരിക്കണം നമ്മുടെ ചോദ്യവും നമ്മുടെ തേട്ടവും അല്ലേ. സൃഷ്ടികളോട് ചോദിക്കാന്ന് പറയുമ്പോൾ അതിലൊരു നിന്ദ്യതയുണ്ട്, അഭിമാന പ്രശ്നമുണ്ട്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നാട് വിട്ട് മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ ആരുമില്ല, അദ്ദേഹത്തെ സഹായിക്കാൻ ഭൗതികമായി അവിടെ ആരുമില്ല. ആ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 2 പെൺമക്കൾക്ക് വെള്ളമെടുത്തു കൊടുത്ത് സഹായിച്ചതിന് ശേഷം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവേ, നീ എന്ത് ഖൈർ എനിക്ക് ഇറക്കി തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. ഒരു വ്യക്തിയോടും ചോദിച്ചില്ല, ആളുകളോടൊന്നും ചോദിക്കണില്ല. ഞാൻ വേറെ നാട്ടുകാരനാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞില്ല. ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിച്ച് ചോദിച്ചപ്പോൾ അടുത്ത വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകിയതാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? അള്ളാഹു അസ്സമീഅ, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു മുജീബാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു, അറിയുന്നു. അൽ ബസീർ, അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുന്നു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ധൃതി കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാത്തത് എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട 3-4 കാരണങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധൃതി കൂട്ടാൻ പാടില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണില്ല. ചില ആളുകളൊക്കെ പറയുന്നതാണ്. ചില ആളുകൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഒഴിവാക്കി ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ആൽത്തറകളിലേക്കും പോകാൻ വരെ പലപ്പോഴും ഇത്തരം സമീപനങ്ങൾ കാരണമാകാറുണ്ട്. അള്ളാഹിനോട് കുറേ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടണില്ല. ഇനി ഇന്ന ശൈഖനെ പോയി, ഇന്ന ജാറത്തിൽ പോയി ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിക്കുന്നവർ, തീരുമാനമെടുക്കുന്നവർ അല്ലേ. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാചകങ്ങളിൽ നിന്ന് ദീൻ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അബദ്ധം വരുമോ? ഈ അബദ്ധം വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ധൃതി കാണിക്കുന്നിടത്തോളം കാലം അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകില്ല. എങ്ങനെയാണ് ധൃതി കാണിക്കൽ? സഹാബത്ത് ചോദിച്ചു. നിങ്ങൾ പറയലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കും, എന്നിട്ട് നിങ്ങൾ പറയുന്നു ദഅഉതു, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ
അള്ളാഹു എനിക്ക് ഉത്തരം നൽകുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവൻ്റെ പ്രാർത്ഥനയെ ഒഴിവാക്കുന്നു. ഇതാണ് ധൃതി കാണിക്കൽ. പ്രതീക്ഷ നഷ്ടപ്പെടാതെ നിരന്തരം മടുപ്പില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. ആ ചോദ്യം വെറുതെ ആകൂല. ഉത്തരം കിട്ടുന്നു മാത്രമല്ല, ഈ 3-4 രൂപത്തിൽ അള്ളാഹു എന്തായാലും നമുക്ക് ഉത്തരം നൽകും. ആ ചോദ്യം ഒരിക്കലും വെറുതെയാകുകയില്ല എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. 4-മത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മസാന്നിധ്യത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നതാണ്. പലപ്പോഴും ചില പ്രാർത്ഥനകളൊക്കെ അധരവ്യായാമമാണ്. നമ്മൾ നാവ് കൊണ്ട് പറയുന്നു, പക്ഷേ കൂടെ എന്തില്ല, മനസ്സില്ല. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്, എല്ലാ റക്അത്തിലും നമ്മൾ നിർബന്ധമായും ചൊല്ലേണ്ടുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിലൂടെ ഞങ്ങളെ വഴി നടത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? പ്രാർത്ഥിക്കണം. 17 തവണ നിർബന്ധമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പുറമെ സുന്നത്ത് നിസ്കാരങ്ങളുണ്ടെങ്കിൽ അതിലും അത്രയും തവണ അള്ളാഹു ഓരോ ദിവസവും വിശ്വാസിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഈ പ്രാർത്ഥനക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കൂടെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അള്ളാഹുവിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ കൂടെ മനസ്സുണ്ടോ? ആത്മസാന്നിധ്യത്തോടു കൂടെയാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സ് കൂടെയില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത്, അല്ലേ? നമ്മൾ മനസ്സ് കൂടല്ല, എന്താ ചോദിക്കണം നമ്മൾ ആലോചിക്കണില്ല. മറ്റു പല ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. സ്വർഗം ചോദിക്കുമ്പോൾ ചില ആളുകൾ നരകത്തിൽ നിന്ന് മോചനം തേടുമ്പോൾ അത് അശ്രദ്ധയോടുകൂടെ ചോദിക്കുകയും ഭൗതിക വിഷയങ്ങൾ നിറകണ്ണുകളോടുകൂടെ ആത്മസാന്നിധ്യത്തോടുകൂടെ ചോദിക്കുന്ന ദുരന്തവും പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ വരാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രമാണങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ പൊരുളും അതിൻ്റെ അകക്കാമ്പും നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരുപാട് എഡിറ്റിംഗ് നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആത്മസാന്നിധ്യം ഉണ്ടാകണം. ആത്മസാന്നിധ്യമില്ലാത്ത പ്രാർത്ഥനക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ യാതൊരു വിലയുമില്ല. മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 4-മത്തത്, ഒരിക്കലും നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കൂടിക്കലരാൻ പാടില്ല എന്നതാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? എൻ്റെ സമ്പാദ്യത്തിൽ അവിഹിതമായത്, ഒരിക്കലും ഞാൻ അർഹിക്കാത്തത് എൻ്റെ സമ്പത്തിനോട് ചേർന്നിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംശയമുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യാത്രക്കാരനെയാണ് പരാമർശിച്ചത്. അയാളുടെ ശരീരവും അയാളുടെ വസ്ത്രവും അയാളുടെ മുടിയും എല്ലാം യാത്രയുടെ അടയാളങ്ങളുണ്ട്. യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യാത്രക്കാരനായിട്ട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റബ്ബ് എന്ന വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചിട്ടുകൂടി, ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടുകൂടി, ഒരുപാട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന മര്യാദകൾ പലതും പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്അമുഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവൻ്റെ പാനീയം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചത് ഹറാമാണ്. അവൻ ഊട്ടപ്പെട്ടതു തന്നെ ഹറാമിലാണ്. അല്ലേ? അത്രയൊന്നും നോക്കുന്നില്ല. താൻ കച്ചവടം നടത്തുമ്പോൾ, സമ്പാദ്യം നേടിയെടുക്കുമ്പോൾ പൈസ കിട്ടുക എന്നുള്ളത് മാത്രമാണ്, പണം കിട്ടുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയാണത് ബാധിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക? ഹറാമിൽ ഊട്ടപ്പെട്ട വ്യക്തിക്ക് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പാദ്യം എന്നുള്ളത് അത് ഹലാലിലെ നമുക്ക് നേടിയെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ. ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം.
അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ ഉത്തരം നമുക്ക് കണ്ണുകൾ കൊണ്ട് ദർശിക്കാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു, അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. എന്താ രക്ഷ തേടുന്നത്? മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകരിക്കാത്ത വിജ്ഞാനത്തിൽ നിന്ന്, അറിവിൽ നിന്ന്. വമിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയപ്പെടാത്ത, നിന്നെ പേടിക്കാത്ത ഹൃദയത്തിൽ നിന്ന്. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഒരിക്കലും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയിൽ നിന്ന്. അല്ലേ, പ്രാർത്ഥിച്ചതിന് ശേഷം ഉത്തരം ലഭിക്കാതിരിക്കുക എന്നുള്ളത് നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി അത്തരം പ്രാർത്ഥനകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കണം, ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, പ്രാർത്ഥനകൾക്ക് ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ കൂടി പാലിക്കാനുള്ള ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ? ഒന്നാമത്തത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ആമുഖത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ വാഴ്ത്തണം, അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലേ, അള്ളാഹു നൽകിയ എത്രയെത്ര അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി നമ്മൾ പ്രാർത്ഥന ആരംഭിച്ച് നോക്കൂ, നിങ്ങൾ ഉത്തരം മുന്നിൽ കാണും. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഹംദുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇതൊക്കെ പറഞ്ഞ് അള്ളാഹിനെ പുകഴ്ത്താണ്, അള്ളാഹുവിനെ വാഴ്ത്താണ്. അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവസാനത്തെ ഭാഗത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹിനെ സ്തുതിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയുടെ ആമുഖത്തിൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളെ. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. അതല്ലേ സ്വലാത്ത്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത പ്രാർത്ഥനകളിലൂടെ പഠിപ്പിച്ച പോലെ, ഖുർആനിലെ പ്രാർത്ഥനകളിലൂടെ പഠിപ്പിച്ച പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് വേണ്ടതെങ്കിൽ ഗഫൂർ, ഗഫാർ, ഗാഫിർ, തൗവാബ്, അഫു ഇതൊക്കെ പ്രാർത്ഥനയാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഈ നാമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത്തരം പ്രാർത്ഥനകളെയും അള്ളാഹു കൂടുതൽ പരിഗണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മര്യാദയാണ്. അതേപോലെ തന്നെ കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതും പ്രാർത്ഥനയുടെ മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു ലജ്ജയുള്ളവനാണ്, അള്ളാഹു മാന്യനാണ്. ഒരാൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് സിഫറായി, ഒന്നും നൽകാതെ ശൂന്യമായി തിരിച്ചയക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അല്ലേ, കരങ്ങൾ ഉയർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. മാത്രമല്ല ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അതിൽ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ശ്രദ്ധയും നമ്മൾ കൊടുക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പിന്നെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന, ഒരിക്കലും പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്നാണ്. എന്നാൽ ആ സമയത്ത് എത്രത്തോളം നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ ആ സമയത്ത് ശ്രദ്ധ കൊടുക്കേണ്ടത് പ്രാർത്ഥനക്കാണ്, അതിനാണ് കൂടുതൽ ഉത്തമമുള്ളത് എന്ന് വരെ പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമസ്കാരത്തിലെ അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് മുമ്പായുള്ള സമയം, ആ സമയമൊക്കെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം ലഭിക്കുന്ന സമയമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു അടിമ കൂടുതൽ അടുക്കുന്ന സമയമാണ് സുജൂദിലുള്ള സമയം. അവിടെ നിങ്ങൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് അള്ളാഹു പറയും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ എന്ത് ചെയ്യും? ഫഅസ്തജീബ ലഹു, ഞാൻ അവന് മറുപടി കൊടുക്കും. ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് ഉത്തരം നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ രാത്രിയിലും അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ദഅവത്തുൽ മുസാഫിർ, ഒരിക്കലും തടയപ്പെടാത്ത, തടുക്കപ്പെടാത്ത, അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് യാത്രക്കാരൻ്റെ പ്രാർത്ഥന. യാത്രയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒക്കെ പ്രാർത്ഥനയുടെ അവസരങ്ങളാണ് അല്ലേ? എത്ര സമയം ഉണ്ടാകും ഒരു യാത്ര പോകുമ്പോൾ? ചിലപ്പോൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സമയമാണത്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ബാപ്പ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതൊക്കെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുടെ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ സമയങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനകൾ, പ്രമാണങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ കൂടി പഠിക്കണം. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രമാണങ്ങളിൽ വന്ന, അള്ളാഹുവിൻ്റെ ഖുർആനിലും ഹദീസുകളിൽ വന്ന ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ ആഴ്ചയിൽ ഒരു പ്രാർത്ഥനയെങ്കിലും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാർത്ഥനയെങ്കിലും ഞാൻ പഠിക്കുമെന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ? പ്രാർത്ഥനകൾ പഠിക്കാനുള്ള വ്യത്യസ്ത സംരംഭങ്ങൾ ഇന്നുണ്ട്, പുസ്തകങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പദപ്രയോഗങ്ങൾ അതേപോലെ പറയുന്നതും നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് ഉത്തരം കിട്ടൂല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉത്തരം കിട്ടൂല എന്നല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥനയുടെ പദപ്രയോഗത്തിനും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പദപ്രയോഗങ്ങൾക്കും അതിനേറെ മഹത്വമുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച എത്ര പ്രാർത്ഥനകൾ! അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, അല്ലാഹുവേ എൻ്റെ ദീന് നന്നാക്കണേ, ദുനിയാവ് നന്നാക്കണേ, ആഖിറം നന്നാക്കണേ. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്! ഒരുപാട് ആശയങ്ങൾ ഒരൊറ്റ പ്രാർത്ഥന ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല പ്രാർത്ഥനകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ എനിക്ക് ദുനിയാവിൽ ഹസനത്തിന് നന്മയെ തരണേ. എല്ലാ നന്മയും അതിൽ വന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അല്ലേ? അതേപോലെ തന്നെ ആഖിറത്തിലും എനിക്ക് നന്മ തരണേ. ആഖിറത്തിൽ എന്തെല്ലാം നന്മ വരാണ്ടോ ആ നന്മയൊക്കെ അതിൽ പെട്ടു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾക്ക്, അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് അത്രയേറെ മഹത്വമുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ടോ? ഭൗതികമായി വേണ്ടതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി നമുക്കറിഞ്ഞിരുന്നില്ല, പക്ഷേ നമ്മൾ പഠിച്ചെടുത്തു. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് പലതും നമുക്കറിഞ്ഞിരുന്നില്ല, പക്ഷേ നമ്മൾ പഠിച്ചെടുത്തു. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പാഠങ്ങൾ, പ്രാർത്ഥനകൾ, നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൻ്റെ മേൽ അടിയുറപ്പിച്ച് നിർത്തണേ റബ്ബേ. എത്ര ആളുകൾ തെറ്റിക്കപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാണുന്നു. എത്ര ആളുകൾ തെറ്റിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിനുള്ള തെറ്റിക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖുർആനിലെ പ്രാർത്ഥനകൾ കുടുംബത്തിൻ്റെ, തങ്ങളുടെ മക്കളിൽ നിന്ന്, അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഇണകളിൽ നിന്നൊക്കെ കൺകുളിർമ നൽകപ്പെടാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. മുത്തഖീങ്ങൾക്ക് ഇമാമായി മാറാൻ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ അല്ലേ? പണ്ഡിതന്മാർ പറയുന്നത് മക്കൾ വഴിതെറ്റാതിരിക്കാൻ നമ്മുടെ ഒരു പ്രാർത്ഥന നിമിത്തമാകുമെങ്കിൽ എന്തേ പ്രാർത്ഥിക്കാത്തത് എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ, കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഒരു സഹോദരൻ പറയുന്നത് കേൾക്കാൻ സാധിച്ചത്
ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടതിന് ശേഷം ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടെ ജീവിതത്തിൽ അത്ര കടുത്ത പരീക്ഷണങ്ങൾക്ക് പിന്നെ വിധേയനായിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ ഫള് അതാണ്, ശ്രേഷ്ഠത അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രാർത്ഥനകളുടെ വിലയും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള വലിയ നിഅമത്താണ് ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാകണം നമ്മൾ ജീവിതം നയിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജസുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അശക്തൻ എന്ന് പറഞ്ഞാൽ മൻ അജസ അനിദ്ദുആ, അവൻ പ്രാർത്ഥനയെ തൊട്ട് അശക്തനായവനാണ്, പ്രാർത്ഥിക്കാത്തവനാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഇബാദത്ത്, ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നവരായി മാറുക. ആത്മാർത്ഥമായി പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകൾ പഠിച്ച് മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നമ്മൾ നല്ല ഒരു പ്രഭാഷണം കേട്ടിരിക്കുകയാണ്. ഒരു പ്രഭാഷണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുള്ള ഒരു സ്ഥലത്ത്, ഒരിടത്ത് അവസാനം വരെ ഇരിക്കുക എന്നുള്ളത് പിശാചിനെ തോൽപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ കേട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അതിന് അർഹമായ പ്രതിഫലം അല്ലാഹു തആല ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരു കാര്യങ്ങളിൽ ഏറ്റെടുത്ത പോയിന്റുകൾ, ആ പോയിന്റുകൾ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് കുലുക്കാനും അടുത്ത ഒരു പ്രഭാഷണം കേൾക്കുന്നതിനിടയ്ക്ക് ഇതിൽ കേട്ട ഓരോ പോയിന്റുകളും ജീവിതത്തിൽ എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കണം. ഇതിൽ നിന്ന് അടുത്ത ഒരു വിജ്ഞാനവേദിയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ വിജ്ഞാനവേദിയിലെടുത്ത വിഷയം ഇന്നതാണ്, അതിൽ നിന്ന് ഇന്നതൊക്കെ എനിക്ക് പകർത്താൻ കഴിഞ്ഞു എന്ന അഭിമാന ബോധത്തോടുകൂടി ചിന്തിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ആ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടിയുടെ പിന്നിലുള്ള അധ്വാനത്തിൽ, അങ്ങേയറ്റത്തെ അധ്വാനത്തിൽ ഏർപ്പെട്ട മുഴുവൻ ആളുകളുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഈ പ്രഭാഷണത്തെ, ഈ വിജ്ഞാന സമ്പന്നമായ പ്രഭാഷണത്തെ സ്വീകരിക്കണമെന്നാണ് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്താനുള്ളത്. നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു നല്ല ഒരു ക്ലാസ്, പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥന ആയുധമാണെന്നതിനെക്കുറിച്ച് നല്ല ഒരു ക്ലാസ് ഇൻഷാ സലാഹി ഇവിടെ നമുക്ക് എടുത്തു തന്നു. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാനും ആയുരാരോഗ്യത്തോടുകൂടി ഈ ഒരു കാര്യത്തിൽ നിലകൊള്ളാനും അദ്ദേഹത്തിനും നമ്മൾക്കും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا.